എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ മാർക്കണ്ഡേയ ചരിതം, മാർക്കണ്ഡേയ മുനിയുടെ ഒരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത്രയും തന്നെ ഭഗവത് ഭക്തിയുള്ള ഒരാളായിരുന്നു. വളരെ ചെറുപ്പകാലം മുതൽക്ക് ഭഗവാന്റെ ആ ഒരു ഭക്തി നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മരണത്തെ പോലും തോൽപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ആ മുനിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ ഭഗവാനെ കുറിച്ചിട്ട് പറയുകയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള അത്രയും തന്നെ ഗുണങ്ങൾ അതിലൂടെ അല്ലെങ്കിൽ ആ ഗുണങ്ങൾ കൊണ്ട് അധിഷ്ഠിതമായിട്ടുള്ള അത്രയും തന്നെ ആനന്ദ ചിന്മയ സ്വരൂപനായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണ ശക്തി ഉള്ള വിസ്താര ശക്തിയുള്ള അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഒരു ലീലയുടെ ഭാഗമാവാൻ അവസരം കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്കണ്ഡേയ മുനിയെക്കുറിച്ച് പറയാൻ ഒരവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ മൃഗണ്ടു മുനി അദ്ദേഹം വളരെയധികം അല്ലെങ്കിൽ അദ്ദേഹം മഹാതപസ്വിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പുത്രസൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുത്രസൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശിവഭഗവാനെ തപസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തപസ് കണ്ടിട്ട് അതിൽ ഭീതി മൂത്തു. ആർക്കാ ഭീതി മൂത്തത്? ദേവേന്ദ്രന്. അപ്പോൾ ദേവേന്ദ്രൻ എപ്പോഴും അങ്ങനെയാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ദേവേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ള ഭയം വരും. അപ്പം നമുക്ക് ഓരോ കഥകൾ കേൾക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാം, കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ പേര് അങ്ങനെ ഉണ്ടാവും. നമുക്ക് നമ്മളൊരു ജോലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലുമുള്ള ഏതെങ്കിലും ഒരാൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ഭയം, അല്ലെങ്കിൽ നമ്മളെക്കാളും അവർ ഉയർന്നു പോവോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയം. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യന്മാരിലും ദേവന്മാരിലൊക്കെ ആണെങ്കിലും ഒരേ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് നല്ല ഗുണങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനും കൂടിയും നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ അത് തിരുത്താനും കൂടിയും വേണ്ടിയിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മളെ കൂടുതലായിട്ടും നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവേന്ദ്രന് അങ്ങനെ ആ ഒരു തപസ് കണ്ടപ്പോൾ അതിൽ വളരെയധികം ഭീതി തോന്നി. അങ്ങനെ വൈകുണ്ഠത്തിലെത്തി ഭഗവാനായിട്ടുള്ള നാരായണനെ അഭയം പ്രാപിക്കും. അങ്ങനെ അവിടെ പറയാണ് ലോകപാലക. അപ്പോൾ അവിടുന്ന് മൃഗണ്ടു മുനിയുടെ ഈ തപസ് കാണുന്നില്ലേ, അപ്പം അദ്ദേഹം ഇത്രയും കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്നത് അദ്ദേഹം ഇന്ദ്രപദവി നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹം തന്നെ അങ്ങനെ അനുമാനിക്കുകയാണ്, തപസ് ചെയ്യുന്നത് കാണുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്കും തോന്നും ചില സമയത്തൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനാണോ എന്നൊക്കെ തോന്നും. അപ്പോൾ അതുപോലെ ദേവേന്ദ്രൻ ഇവിടെ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവിടുന്ന് ഈ തപസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ മൃഗണ്ടു മുനിയെ പിന്തിരിപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഭഗവാൻ നാരായണൻ പറയാണ്, ദേവേന്ദ്ര, അപ്പോൾ അവിടത്തേക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ വേറെ ഒന്നിനും, അതായത് വേറെ ആളുകളുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കില്ല. അപ്പോൾ അദ്ദേഹം തപസ് അനുഷ്ഠിക്കണത് സ്ഥാനമാനങ്ങൾക്കോ പദവിക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന് ഉത്തമനായിട്ടുള്ള ഒരു പുത്രൻ വേണം. അപ്പോൾ ആ പുത്രൻ പിറക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ അവിടെ പരമശിവൻ, അവിടെ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുക, അപ്പോൾ ആ സമയം അദ്ദേഹത്തിൻ്റെ തപസ് അവസാനിപ്പിക്കും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ധീരനായിട്ട് അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് സമാധാനിപ്പിച്ചിട്ട് ദേവേന്ദ്രനെ അവിടുന്ന് പറഞ്ഞു വിടും. അപ്പോൾ അത് കേട്ടിട്ട് ഇന്ദ്രൻ അവിടുന്ന് സമാധാനമായിട്ട്, ഭഗവാനല്ലേ പറഞ്ഞത്, അപ്പോൾ ഭഗവാൻ പറഞ്ഞാൽ പിന്നെ വേറെ ആരും ഒന്നും പറയണ്ട, ഭഗവാൻ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ പറയാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ അതിലങ്ങനെ സമാധാനമായിട്ട് അവിടുന്ന് തിരികെ പോവും. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ പരമശിവൻ മൃഗണ്ടു മുനിയുടെ തപസ്സിൽ അങ്ങനെ സംപ്രീതനാവും. അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇഷ്ടമുള്ളൊരു വരം ചോദിച്ചു കൊള്ളൂ എന്ന് പറയും. അപ്പോൾ മുനി പറയും, എനിക്ക് ഒരു മകനെ നൽകിയാൽ മതി, ഒരു പുത്രനെ മതി എന്ന് പറയും. അപ്പോൾ ഭഗവാൻ മൃഗണ്ടുവിനോട് ചോദിക്കും, എന്താ ചോദ്യം ചോദിക്കുക? അപ്പോൾ അവിടത്തേക്ക് ശതവർഷം ആയുസ്സുള്ള ദുർമാർഗിയും സൗന്ദര്യമില്ലാത്തവനുമായ ഒരു പുത്രനെയാണോ
അതോ കേവലം 16 വയസ്സ് മാത്രം ആയുസ്സുള്ളവനും ഉത്തമനും പിതൃഹിതത്തെ പാലിക്കുന്നവനുമായിട്ടുള്ള പുത്രനെയാണോ ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു വരം ചോദിച്ചപ്പോൾ ഭഗവാൻ അവിടുന്ന് ചോദിക്കുകയാണ്, അങ്ങേക്ക് 100 വർഷം 100 വർഷം ആയുസ്സുള്ള ദുർമാർഗം, അതായത് നല്ല മാർഗത്തിലൂടെ അല്ലാതെ ഒരു നേരായ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിക്കുന്ന അങ്ങനെയുള്ള ഒരു കുട്ടി, അതായത് സൗന്ദര്യമില്ല, ദുർമാർഗിയായിരിക്കും, അതുപോലെ അങ്ങനത്തെ ഒരു പുത്രനെയാണോ അങ്ങേക്ക് വേണ്ടത്, അതോ കേവലം 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടാവുള്ളൂ, പക്ഷേ ആ കുട്ടിക്ക് ഉത്തമനായിരിക്കും, പിതൃഹിതത്തെ അച്ഛൻ്റെ വാക്കുകളെയൊക്കെ പാലിച്ച് നല്ല രീതിയിൽ നടക്കുന്ന ഒരു പുത്രനെയാണോ അങ്ങേക്ക് ആവശ്യം, ഏതാണ് അങ്ങേക്ക് ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മൃഗണ്ടു മുനിക്ക് ഒരു വിഷമം വരും. നമ്മളോടൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് ഒരു ചോദ്യം, നമ്മളൊരു ഭഗവാനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടു, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് നമ്മുടെ ചോയ്സാണ് അവിടെ അല്ലേ, നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാർക്കും അവരുടെ ഒരു ഫ്രീ വില്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചോദിക്കും, കുറേ സ്വർണവും പണവും അല്ലെങ്കിൽ അങ്ങനെ സമ്പത്തൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കണോ, അതോ സന്തോഷവും സമാധാനവും ആയിട്ട് എപ്പോഴും അങ്ങനെ നമുക്ക് ജീവിക്കണോ എന്നൊക്കെയുള്ള ഒരു വരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് വ്യത്യാസമായിരിക്കും. അതായത് അവരുടെ ഓരോ ആൾക്കാരുടെ അവബോധത്തിനനുസരിച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അതുപോലെ ഇവിടെയും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ മൃഗണ്ടു മുനി ഒന്ന് വിഷമത്തിലായി, എന്താ ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു വിഷമം വരും. പക്ഷേ അപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കും അതിനുശേഷം, കാരണം അദ്ദേഹം തപസ്സൊക്കെ ചെയ്തിട്ടുള്ള അത്രയും വലിയ മുനിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കും. എന്താണ് അദ്ദേഹം ചിന്തിക്കുക? 2 പുത്രന്മാരും നമുക്ക് ദുഃഖം തരും. എങ്ങനെയാണ്? ദുർമാർഗിയായ മകൻ പിതാവിൻ്റെ അദ്ദേഹം ഏറ്റവും വലിയ ശത്രു ആയിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും ദുർമാർഗത്തിലായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആയുസ് കുറവാണെങ്കിലും അടുത്ത കുട്ടിയാണെങ്കിലോ അതും അച്ഛന് വിഷമം തന്നെ ആയിരിക്കും. കാരണം കുട്ടിയുടെ ആയുസ്സിനെ കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഒരു പിതാവ് ദുഃഖത്തിലിരിക്കും. അപ്പോൾ രണ്ടും വിഷമം തന്നെയാണ്. എന്നാലും രണ്ടാമത് പറഞ്ഞതാണ് ശ്രേഷ്ഠൻ. കാരണം കുറച്ചു കാലം ജീവിച്ച് ഇരിക്കുള്ളൂ എങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, അതുപോലെ അച്ഛൻ്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ലൊരു സന്തോഷമായിട്ടുള്ള ജീവിതം കിട്ടും. അപ്പോൾ അതുകൊണ്ട് മുനി വിചാരിച്ചു 16 വയസ്സ് വരെ മാത്രം ജീവിച്ചിരിക്കൂ എങ്കിലും ആ ഒരു ഉത്തമനായ പുത്രൻ മതി. അപ്പോൾ അതുകൊണ്ട് പരമശിവനോട് പറയും, 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള ആ ഉത്തമനായിട്ടുള്ള പുത്രനെ എനിക്ക് മതിയെന്ന് ഭഗവാനോട് പറയും. അപ്പോൾ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മൃഗണ്ടുവിന് തേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ പിറക്കും. അപ്പോൾ ആ പുത്രനെ കണ്ടിട്ട് മുനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. കാരണം അത്രയും തന്നെ തേജസ്വിയായിരുന്നു കുട്ടി. അപ്പോൾ ശാസ്ത്രവിധി പ്രകാരം അങ്ങനെ കുട്ടിയുടെ ജാതക കർമ്മ സംസ്കാരങ്ങളൊക്കെ നടത്തി. അങ്ങനെ മുനി തൻ്റെ കുഞ്ഞിന് മാർക്കണ്ഡേയൻ എന്നുള്ള നാമം അങ്ങനെ കുട്ടിക്ക് നൽകി. അപ്പോൾ ആ കുട്ടി സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയിരുന്നിരുന്നു ചെറുതാകുമ്പോൾ മുതൽ തന്നെ. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉത്തമനായിട്ടുള്ളൊരു പുത്രനാണ് പിറക്കുക. അപ്പോൾ ആ കുട്ടി അതുകൊണ്ട് തന്നെ ഈശ്വര ചിന്തയിൽ സദാ മുഴുകിയിരുന്നു. അപ്പോൾ പിതാവ് 5-ാം വയസ്സായപ്പോൾ തന്നെ ഉപനയനം നടത്തി. അങ്ങനെ ഉപവീതമായപ്പോൾ വൈദിക ജ്ഞാനം കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഒരേ പരമാത്മാവിൻ്റെ വിഭിന്ന ഭാവങ്ങളാണ് ബ്രഹ്മ വിഷ്ണു പരമേശ്വരന്മാരെന്ന് അങ്ങനെ മുനി മാർക്കണ്ഡേയനെ ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ പിതാവിൻ്റെ ആജ്ഞപ്രകാരം കുമാരൻ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചിട്ട് അങ്ങനെ ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്ന ആളായിട്ട് തീർന്നു. അതായത് ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് മുഴുകി എപ്പോഴും ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുക, ഭഗവാനെക്കുറിച്ച് പഠിക്കുക, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുന്ന ഒരാൾ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കുള്ളൂ. ആത്മാവിനെ നമുക്ക് മനസ്സിലായി നമ്മുടെയൊക്കെ സൃഷ്ടാവായിട്ടുള്ളത് ഭഗവാനാണ്, അദ്ദേഹം മാത്രമാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സത്യത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഒരു മാർക്കണ്ഡേയനും അതുപോലെ തന്നെ ധർമ്മമാർഗത്തിൽ മാത്രം ചരിക്കുന്ന ആളായിട്ട് മാറി. അപ്പോൾ മാർക്കണ്ഡേയൻ വളർന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ഓർത്തിട്ട് മാതാപിതാക്കൾക്ക് ഒരു വിഷമം ഉണ്ടായി 2 പേർക്കും. കാരണം കുട്ടിയുടെ ആയുസ്
16 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ തന്നെ എപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വിഷമം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം മാതാപിതാക്കൾ ഇങ്ങനെ വിഷമപൂർവ്വം ഇരിക്കുന്നത് കണ്ടിട്ടുള്ള മാർക്കണ്ഡേയ മുനി അവരോട് ചോദിക്കും, എന്താണ് കാരണം, എന്തിനാണ് ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ മുനിക്ക് ഇനിയിപ്പോൾ ഈ ഒരു രഹസ്യം കുട്ടിയോട് പറയാൻ പറ്റില്ല, എന്തായാലും പറയാൻ ഇനി ഇങ്ങനെ ഇത് നീട്ടി വെക്കാൻ പറ്റില്ല, അപ്പോൾ കുട്ടിയോട് പറയണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടിയോട് പറയും. അപ്പോൾ ആ കുട്ടിക്ക് ആയുസ് കുറവാണ് എന്നുള്ളത് അങ്ങനെ ആ കുട്ടി കേട്ടു. പക്ഷേ ആ കുട്ടിക്ക് അതിൽ വലിയൊരു ഭയമൊന്നും ആ കുട്ടിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു നിർഭയമാണ് ഉണ്ടായത്. സ്വതസിദ്ധമായ ഒരു സൗമ്യത, ഒരു നിർഭയത്തോടെയാണ് കുട്ടി ഇരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം ആ കുട്ടി അത്രയും തന്നെ ഭഗവാന്റെ ചിന്തകളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പൊതുവേ ഭഗവാനായിട്ട് നമ്മൾ അടുക്കും തോറും നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളും നമ്മുടെ ജീവിതത്തിലെ ആശങ്കകളും അങ്ങനെ എല്ലാം നമുക്ക് പതിയെ പതിയെ ഒഴിഞ്ഞു പോകും. കാരണം ഭഗവാനിലുള്ള വിശ്വാസം എത്രത്തോളം കൂടുംച്ചാൽ അത്രത്തോളം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും ജീവിതത്തിൽ വരുന്ന എന്തൊരു വെല്ലുവിളിയാണെങ്കിലും അതൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കാനും പറ്റും. അപ്പോൾ അതുപോലെ ഈ കുട്ടിക്ക് ഭഗവാനിൽ അത്ര തന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് അതിലൊരു ഭയമൊന്നും തോന്നിയില്ല. അപ്പോൾ ഒടുവിൽ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയണ ആ ദിവസം വന്നെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭഗവാൻ, അതായത് 16 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു ദിവസം, ആ പിറന്നാൾ ദിനം വന്നെത്തി. അപ്പോൾ മാർക്കണ്ഡേയൻ്റെ ജീവൻ എടുക്കാനായിട്ട് സാക്ഷാൽ യമദേവനാണ് ജീവൻ എടുക്കുന്ന ആ ഒരു ധർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നെത്തി. അങ്ങനെ യമദേവനെ കണ്ടിട്ട് ഈ മാർക്കണ്ഡേയൻ അവിടുന്ന് ഭയന്ന് ഓടും. അപ്പോൾ അങ്ങനെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ അകത്ത് അങ്ങനെ കയറി. അപ്പോൾ അദ്ദേഹം ശിവലിംഗത്തെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങി കുട്ടി. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ യമദേവൻ ആകെപ്പാടെ ഒരു അങ്കലാപ്പിലായി. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് മാർക്കണ്ഡേയൻ്റെ ജീവൻ എടുക്കുക. കാരണം മരണം എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കുക എന്നുള്ളത് യമദേവൻ്റെ ധർമ്മമാണ്. യമദേവന് കൊടുത്തിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ധർമ്മം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കർത്തവ്യമാണ്. പക്ഷേ ഈ മാർക്കണ്ഡേയനാണെങ്കിൽ ശിവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിക്കും. അപ്പോൾ ഒടുവിൽ എന്തായാലും തൻ്റെ ധർമ്മം അല്ലെങ്കിൽ തൻ്റെ കർത്തവ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കിയിട്ട് യമദേവൻ തൻ്റെ പാശത്തെ, അദ്ദേഹത്തിൻ്റെ കയറിനെ അങ്ങനെ എറിയും. അപ്പോൾ ആ പാശം ശിവലിംഗത്തിലും കുമാരനിലുമായിട്ട് രണ്ടാളിലും ഒരുപോലെ ചെന്ന് അങ്ങനെ പതിക്കും. അപ്പോൾ സർവനിയന്താവായിട്ടുള്ള തൻ്റെ നേരെ മൃത്യുദേവൻ, അതായത് യമദേവൻ പാശം കയറെറിഞ്ഞത് കണ്ടപ്പോൾ പരമശിവൻ അങ്ങനെ അങ്ങോട്ട് കോപമായി. കാരണം തൻ്റെ നേരെയാണല്ലോ പാശം എറിഞ്ഞിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ അത്യന്തം കോപാകുലനായിട്ട് അദ്ദേഹത്തിൻ്റെ കോപം കൊണ്ടുള്ള അഗ്നിയിൽ മൃത്യുദേവൻ അങ്ങനെ അങ്ങോട്ട് എരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്രകാരം അങ്ങനെ മാർക്കണ്ഡേയൻ്റെ ജീവൻ രക്ഷിച്ച ശിവഭഗവാനെ മാർക്കണ്ഡേയൻ അങ്ങനെ സ്തോത്രങ്ങളിൽ അങ്ങനെ സ്തുതിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് പരമശിവൻ ശാന്തനാവും. അങ്ങനെ ശിവഭഗവാൻ മാർക്കണ്ഡേയനെ ഇപ്രകാരം അനുഗ്രഹിക്കും. എങ്ങനെയാണ് അനുഗ്രഹം കൊടുക്കുക? നിനക്ക് എന്നും 16 വയസ്സ് മാത്രമായിരിക്കും പ്രായം. അതായത് 16 വയസ്സിൽ നിന്ന് ഇനി ഒരിക്കലും മേലേക്ക് വയസ്സ് പോവില്ല. ആ 16 വയസ്സിൽ എപ്പോഴും ജീവിക്കാം. അപ്പോൾ ലോകം അവസാനിക്കുന്നത് വരെയും നീ ചിരഞ്ജീവിയായിരിക്കും. അപ്പോൾ ഒരിക്കലും മരണമില്ല, 16 വയസ്സ് മാത്രമായിരിക്കും പ്രായം. അങ്ങനെ ഭഗവാന്റെ ഭക്തി കൊണ്ട് തന്നെ വളരെയധികം വലിയൊരു അനുഗ്രഹം കരസ്ഥമാക്കാൻ മാർക്കണ്ഡേയന് കഴിഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയൻ അങ്ങനെ ഹിമാലയ സാനുക്കളിലെ പുഷ്പഭദ്ര എന്നുള്ള നദിയുടെ അടുത്തുള്ള ചിത്രശില എന്നുള്ള സ്ഥലത്ത് പരബ്രഹ്മത്തെ തപസ് ചെയ്യാനായിട്ട് അവിടുന്ന് പോവും. അങ്ങനെ തപസ് ആരംഭിക്കും. അങ്ങനെ 6 മന്വന്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ തപസ് കടന്നുപോയി. ഒരുപാട് വർഷക്കാലം അങ്ങനെ അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ 7ാം മന്വന്തരം ആരംഭിച്ചപ്പോൾ മുനി ഇപ്രകാരം ഇങ്ങനെ തപസ് ചെയ്താൽ തൻ്റെ ഇന്ദ്ര പദവി പിന്നെയും നഷ്ടമാവുമല്ലോ എന്ന് ഇന്ദ്രന് ഭയമായി. ഇന്ദ്രന് എപ്പോഴും ഭയമാണ്. അപ്പോൾ പിന്നെയും ഈ ഒരു തപസ് കണ്ടപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഭയമാവും. അങ്ങനെ ഇന്ദ്രൻ സ്തനപുഞ്ചിക എന്നുള്ള ഒരു അപ്സരസിനെ മാർക്കണ്ഡേയൻ്റെ മുന്നിലെത്തിക്കും. അപ്പോൾ അവിടെ ആ ഒരു അപ്സരസ് വരും. അപ്പോൾ അവളുടെ മനം മയക്കുന്ന മാദക നൃത്തം ആദ്യമൊക്കെ മുനി കണ്ടില്ല എന്ന് നടിക്കും. അങ്ങനെ വളരെ കാലം അവളുടെ നൃത്തം തുടർന്നപ്പോൾ അദ്ദേഹത്തിന്
അവളിൽ അങ്ങനെ ഒരു കാമം ഉദിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഖണ്ഡ ബ്രഹ്മചര്യത്തിന് അങ്ങനെ കോട്ടം സംഭവിക്കും. അപ്പോൾ അത് ഓർത്തിട്ട് അങ്ങനെ മുനിക്ക് വളരെയധികം വിഷമാവും. ഇത്രയും കാലം ഞാൻ ചെയ്ത തപസ്സൊക്കെ ഒരു നിമിഷം കൊണ്ട് വ്യർത്ഥമാവുമല്ലോ. അപ്പോൾ ഏതൊരാളാണെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ മുനിയുടെ ഒരു കഥയാണ് നമ്മൾ പറയുന്നതെങ്കിലും, നമ്മൾ ഭഗവാനിൽ അത്രയും തന്നെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ നമ്മൾ അർപ്പിച്ച് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ഭഗവാന്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഭഗവാനെ മായ്ച്ചു കളയാനായിട്ട് പല തരത്തിലുള്ള ഭൗതിക പ്രലോഭനങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ സമയത്തും ഭഗവാൻ എങ്ങനെ നമ്മളെ സഹായിക്കും എന്നുള്ളൊരു പാഠം കൂടിയും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുനിക്ക് വളരെയധികം തന്നെ വിഷമായി. പക്ഷേ ആ സമയത്ത് ഭഗവാൻ സാക്ഷാൽ നാരായണൻ ഈ മാർക്കണ്ഡേയൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ദേവനർത്തകി ദാസിമാരൊക്കെ അങ്ങനെ എല്ലാവരും അപ്രത്യക്ഷരായി. അപ്പം അങ്ങനെ ദണ്ഡന നമസ്കാരം ചെയ്തിട്ട് സ്തുതിക്കണ മാർക്കണ്ഡേയ മുനിയെ ഭഗവാൻ പിടിച്ചുണർത്തും, അവിടുന്ന് പിടിച്ചുണീപ്പിക്കും. എന്നിട്ട് ഭഗവാൻ പറയും, മഹാമുനെ, അപ്പോൾ അഖണ്ഡ ബ്രഹ്മചര്യത്തോട് കൂടിയ ഭവാനിലുണ്ടായിട്ടില്ല ഈ ഒരു വൈകാരിക ചാബല്യം അപ്പം ക്ഷമിക്കാൻ പറ്റണതാണ് എന്ന് പറയാണ്. അപ്പോൾ ഭഗവാനെ അത്രയും തന്നെ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയ എന്തെങ്കിലുമൊക്കെ ചില തെറ്റുകൾ സംഭവിച്ചാൽ ഭഗവാൻ നമ്മളോട് ക്ഷമിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശ്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പവിത്രത അത് ഭഗവാൻ നോക്കും. അപ്പോൾ ഇവിടെ മുനി ഒരു തെറ്റുകാരനല്ല, ശരിക്കും അദ്ദേഹത്തിന് ചെറിയൊരു പ്രലോഭനം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഭഗവാൻ അവിടെ ക്ഷമിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതുമൂലം അവിടുത്തെ തപസ്സിന് ഒരു ഭംഗം സംഭവിക്കില്ല. അപ്പോൾ അങ്ങയുടെ തപസ്സിൽ ഞാൻ അത്യധികം തൃപ്തനായിട്ടുണ്ട്. അപ്പോൾ അങ്ങക്ക് ഇഷ്ടമുള്ള എന്താണോ ഒരു വരം, ആ വരം അങ്ങ് ചോദിച്ചോളൂ എന്നുള്ളത് മാർക്കണ്ഡേയനോട് പറയാണ്. അപ്പോൾ അവിടെ മാർക്കണ്ഡേയ മുനി പറയാണ്, ഭഗവാനെ, അപ്പോൾ അങ്ങയിലുള്ള ഭക്തി അല്ലാതെ മറ്റൊന്നും തന്നെ എൻ്റെ മനസ്സിലില്ല. അപ്പോൾ മാർക്കണ്ഡേയ മുനിയുടെ ആ മനസ്സ് അത്രയും തന്നെ പവിത്രമാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, എനിക്ക് ഭഗവാനിലുള്ള ഭക്തി അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഭക്തി അങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ ഉള്ളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിച്ചാൽ മതി. അപ്പോൾ പ്രളയകാലത്തിൽ അങ്ങയുടെ സ്വരൂപം അങ്ങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ അല്ലെങ്കിൽ അറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാൻ അതിനൊന്ന് എന്നെ സഹായിച്ചാൽ അല്ലെങ്കിൽ അതിന് അങ്ങ് അനുഗ്രഹിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും എന്ന് ഭഗവാനോട് പറയാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ്, ഭക്തൻ അത്രയും തന്നെ തീവ്രമായ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവാനിൽ സമർപ്പിച്ചൊരു കാര്യം ചോദിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും അത് സാധിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ മാർക്കണ്ഡേയ മുനി എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കട്ടെ എന്നുള്ളത് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവും. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി പിന്നെയും അദ്ദേഹത്തിൻ്റെ തപസ് തുടരും. അങ്ങനെ സംവത്സരങ്ങൾ പിന്നെയും കടന്നുപോയി. അങ്ങനെ പ്രളയകാലം സമാഗതമായി അവിടെ. അപ്പോൾ പ്രകൃതി ആകെപ്പാടെ മാറി, പ്രകൃതിയുടെ ഭാവമൊക്കെ മാറി. ഭയാനകമായ കൊടുങ്കാറ്റും പേമാരിയൊക്കെ അങ്ങനെ നിർത്താതെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയിൽ രാവേതാണ് പകലേതാണെന്നൊന്നും അറിയാതെയായി. അങ്ങനെ ദിക്കുകളൊക്കെ സമമായിട്ട് കാണപ്പെട്ടു. എല്ലായിടത്തും അങ്ങനെ ജലം നിറഞ്ഞു, ഭൂമി ജലത്തിൽ മുങ്ങി. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജലം നിറഞ്ഞു. അപ്പോൾ തൻ്റെ മുന്നിലായിട്ട് ഒരു അരയാലിൻ്റെ വൃക്ഷം കടപുഴകി കിടക്കണത് അങ്ങനെ ആ സമയത്ത് മുനി കണ്ടു. അപ്പോൾ സൂക്ഷിച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഇലയിൽ നീലവർണ്ണത്തിലുള്ള ഒരു ചെറിയ കുഞ്ഞ് ശയിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പെട്ടു. അപ്പോൾ ആ കുഞ്ഞ് ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ മഹർഷി അരയാലിൻ്റെ വൃക്ഷം ആ ഭാഗത്തേക്ക് അതിനെ ലക്ഷ്യമാക്കിയിട്ട് അവിടേക്ക് നടന്നു നീങ്ങി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു ചെറിയ കണമായിട്ട് ആ കുഞ്ഞിൻ്റെ നാസാദ്വാരത്തിലൂടെ ഉദരത്തിലേക്ക് പ്രവേശിതനായി. അപ്പോൾ ഭഗവാന്റെ മായകളാണിതൊക്കെ. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഭഗവാന് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ആവാം, ഏത് ഭാവത്തിൽ വേണമെങ്കിൽ ആവാം, ഒരുപാട് രൂപങ്ങൾ ഒരേ സമയം എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലാവാം. അങ്ങനെ ഭഗവാന്റെ ലീലകളും അങ്ങനെ ഭഗവാന്റെ മായകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വളരെ വലുതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അദ്ദേഹം കണ്ട കാഴ്ച, അതായത് ഏകദേശം യശോദാമ്മയ്ക്ക് വായ തുറന്നപ്പോൾ, അതായത് കണ്ണനെ കെട്ടിയിട്ടിട്ട്
ആ സമയത്ത് കണ്ണൻ വായ തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് സകല ലോകങ്ങളും അങ്ങനെ തൻ്റെ ആ ഒരു വായിലൂടെ കാണിച്ചു കൊടുത്ത ഭഗവാൻ, ആ മായ അല്ലെങ്കിൽ ആ ലീല, അതേപോലൊരു ലീല ഭഗവാൻ ഇവിടെ മാർക്കണ്ഡേയ മുനിക്ക് വേണ്ടിയിട്ടും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടത്? ഒരുപാട് കണ്ട കാഴ്ചകളൊക്കെ അത്രയും തന്നെ വിസ്മയകരങ്ങളായിരുന്നു. അപ്പോൾ സകല വിശ്വഭാഗങ്ങളും അങ്ങനെ ദേവന്മാര്, അസുരന്മാര്, സിദ്ധന്മാര്, ഗന്ധർവന്മാര്, അങ്ങനെ നക്ഷത്രാദിഗ്രഹങ്ങൾ, ത്രിമൂർത്തികള്, അവരുടെ വാസസ്ഥാനങ്ങൾ, എല്ലാ ജീവജാലങ്ങളെയും അങ്ങനെ മാർക്കണ്ഡേയ മുനി അവിടെ കാണുകയാണ്. അപ്പോൾ അത്ഭുത പരതന്ത്രനായിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോധം മറയും അവിടെ. അപ്പോൾ അതിവേഗം തന്നെ അങ്ങനെ അദ്ദേഹം ആ കുഞ്ഞിൻ്റെ മറ്റൊരു നിശ്വാസത്തിലൂടെ അദ്ദേഹം പുറത്തേക്ക് തന്നെ വരും. അപ്പോൾ അതാണ് ഭഗവാന്റെ വലിയൊരു ലീല. അപ്പം അങ്ങനെ ഭഗവാൻ നാരായണൻ തന്നെയാണ് കുഞ്ഞിൻ്റെ രൂപത്തിൽ വടപത്രശയനം, അതായത് വടപത്രശയനം ആ അരയാലിൻ്റെ ഇലയിൽ ഇരുന്നതെന്ന് അങ്ങനെ മഹർഷിക്ക് മനസ്സിലാവാണ്. അങ്ങനെ തികഞ്ഞ ഭക്തിയോടെ അദ്ദേഹം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അധികം താമസിയാതെ അദ്ദേഹം മോക്ഷപ്രദം ഭഗവാന്റെ പാദങ്ങളിലേക്ക് അദ്ദേഹം വിഷ്ണുപദം പ്രാപിച്ചു. അപ്പോൾ അതാണ് മാർക്കണ്ഡേയ മുനിയുടെ കഥ. അങ്ങനെ ഭഗവാന്റെ അങ്ങനെ ഒരു ലീല കാണാനും ഭഗവാനെ നേരിട്ട് കാണാനും അങ്ങനെ ചിരഞ്ജീവിയായിട്ടിരിക്കാനും അങ്ങനെ അവസരം കിട്ടിയ മാർക്കണ്ഡേയ മുനിയുടെ കഥ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അതേപോലെ തന്നെ ആ ഒരു ഭക്തി, അദ്ദേഹത്തിൻ്റെ ഭക്തി, അതിലുള്ള ഭഗവാനിലുള്ള വിശ്വാസം. അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, സ്നേഹമായിട്ടിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ രാധേ കൃഷ്ണ.